മഴ തോരും മുമ്പേടി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ കൃഷ്ണമോളെയും കൊണ്ട് നേരെ ഗോവർദ്ധൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഗോവർദ്ധനോട് പൊട്ടിത്തെറിക്കിന്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ കൊണ്ട് ആക്കണമെന്ന്. ഇപ്പം എന്തായി, എവിടെ പോയി അന്വേഷിക്കും? പോലീസിൽ പരാതി കൊടുത്താലോ ബാലേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത അളിയനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, പോലീസിലൊക്കെ പരാതി കൊടുത്താൽ വലിയ പ്രശ്നങ്ങളാവും. കാരണം അതിനി ഊരിപ്പോരാൻ, അതായത് പെണ്ണ് കേസാണ്, ഊരിപ്പോരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ആരും ഒന്നും ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, എല്ലാത്തിനും ഞാനുണ്ടല്ലോ ഓടി നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. വാ മോളെ നമുക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയും. അപ്പോൾ ആളിയൻ പറയും, ബാലേന്ദ്ര ടൗണിലേക്ക് ഇനി എന്നെ ഒന്ന് ഇറക്കുമോ? ഞാൻ ടൗണിലേക്കല്ല പോണേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബാലചന്ദ്രൻ പോകും. അതിനുശേഷം കാറിലിരുന്നിട്ട് മനുവിനെ വിളിക്കുന്നു. മനു, നീ എവിടെയാണെന്ന് ചോദിക്കും. ഞാൻ അങ്കിളുടെ അടുത്തേക്ക് വരുന്നു. എന്താ അങ്കിളാന്ന് ചോദിക്കും. എടാ അലീനനെ കാണാനില്ല, അലീനനെ ആരോ കിഡ്നാപ്പ് ചെയ്തു ഉറപ്പാണെന്ന് പറയും. അങ്കിൾ എന്തീ പറയുന്നത്, അലീനനെ കാണാനില്ലെന്നോ? ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നേ, അവൾ വൈജയന്തിക്ക് കൂട്ടുനിന്നതാ. 7 മണിയായപ്പോൾ അവിടെ നിന്ന് പോന്നു, പക്ഷെ അവൾ വീട്ടിലെത്തിയിട്ടില്ല. മനു, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിൻ്റെ അച്ഛനും ചെറിയച്ഛനും ഇതിൽ പങ്ക്. അവർക്ക് ഇതിൽ പങ്കൊന്നും ഉണ്ടാവില്ല. അവർ ഹോട്ടൽ റൂമിൽ താമസിക്കല്ലേ, അവരെങ്ങനെ പുറത്തിറങ്ങിയിട്ട് പോലില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞേ. അതൊന്നും ഒന്ന് നോക്കണ്ട, അവർക്ക് കയ്യുണ്ട്, ഉറപ്പാണ്. നീ ഒരു കാര്യം ചെയ്യ്, അവരുടെ പെരുമാറ്റവും മറ്റുള്ള കാര്യങ്ങളും അവരൊന്ന് നിരീക്ഷിക്കുക. ഞാൻ വേറെ എവിടെയെങ്കിലും തൊപ്പട്ടെ എന്നറിയും. അങ്കിൾ ആ ഓട്ടോ സ്റ്റാൻഡിലൊന്ന് അന്വേഷിക്കുക. ശരി, ഞാൻ ഹോട്ടലിലേക്ക് പോയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ മനു വേഗം ചെല്ലണം. മനു നമ്മുടെ ഹോട്ടലിലെത്തണ്. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ മനുവിനെ കണ്ടപ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കാൻ, നീ എന്താ ഇവിടെ, എന്താ ഞാനിങ്ങോട്ട് വരാൻ പാടില്ലേ? അല്ല, നീ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇവിടെ റൂം എടുത്ത് താമസിക്കണേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഗൂഢാലോചനേ? എടാ, വൈജയ്ക്ക് ഒരാവശ്യം വന്നാൽ ഞങ്ങളിവിടെ വേണ്ടേ? എന്താവശ്യമുണ്ട് നിങ്ങളിവിടെ ഇരുന്ന് നടത്തിയത്? ഒരു ബ്ലഡ് റിസൾട്ട് വാങ്ങിയോ? ഒരു മരുന്നിൻ്റെ ബില്ലടച്ചോ? ഒരു മരുന്ന് വാങ്ങിക്കൊടുത്തോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഒക്കെ അവിടെ ഗോവർദ്ധനങ്ങളും ബാലനങ്ങളുമാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങളെന്തിനെ, എന്തിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ കിടക്കണത്? മാത്രമല്ല, നിങ്ങൾ അലീനനെ എന്താ ചെയ്തേ? ഞാനത് അറിഞ്ഞിട്ടാണ് വന്നത്, എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കതിൽ നല്ലൊരു പങ്കുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെന്ന്. എടാ, അലീനനെ കാണാണ്ടായിട്ടുണ്ടെങ്കിലേ അവൾ താമസിച്ച സ്ഥലത്തൊക്കെ പോയി അന്വേഷിക്കണം, അല്ലാണ്ട് ഇവിടേക്കല്ല വരേണ്ടത്. ഞങ്ങളെടുത്തേക്ക് വരുന്നത് ഇവിടെ അലീന ഉണ്ടോ? ഞങ്ങളിവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നറിയാം. നിങ്ങളിവിടുന്ന് പുറത്തിറങ്ങില്ല എന്നറിയാം. അലീനയ്ക്ക് അലീനയുടെ നാട്ടിൽ മാത്രമല്ല ബന്ധം, തിരുവനന്തപുരത്തും ഉണ്ട്. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ടെന്ന് പറയും. അതാണ്ട് നീ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ വെറുതെ ബാലചന്ദ്രൻ തങ്ങളുടെ ആയിട്ട് ചൊറിയാൻ നിൽക്കണ്ട. നിങ്ങൾ തോറ്റു തുന്നം പാടും. കാരണം പന്ത് ബാലചന്ദ്രൻ അങ്കിളുടെ കയ്യിലാണ്. അത് നിങ്ങൾക്ക് അറിയില്ല. ഞാനതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ നശിച്ച വീട്ടിൽ ഞാനും കൂടി ജനിച്ചു പോയില്ലേ, അതുകൊണ്ടാണ് ഞാനും ഇപ്പം ഇങ്ങോട്ട് കിടന്ന് ഓടണേന്ന് പറയും. പിന്നെ അലീനനെ ഞങ്ങൾ ഈ രാത്രി തന്നെ കണ്ടുപിടിക്കും എന്നും പറഞ്ഞ് പോകണം. ഇവൻ എന്തിൻ്റെയാണ് എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീനനെയാണ് കാറിൽ നിന്ന് ഇറക്കി കയ്യും കാലൊക്കെ ഇൻസുലേഷൻ സ്ലേപ്പൊക്കെ കെട്ടി വായൊക്കെ സ്റ്റിക്കറിട്ട് മൂടി ഒരു റൂമിൽ കൊണ്ട് തള്ളുന്നുണ്ട്. ഇവളെ കൊല്ലാനാണോ വളർത്താനാണോ ഒന്നും അറിയില്ല, അറിയിപ്പ് കിട്ടട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് പറയും. അവർ പുറത്തുനിന്ന് വാതിലടയ്ക്കും. അലീന വേഗം ഉള്ളിൽ നിന്ന് എല്ലാ കുറ്റി ഇടും, ഒക്കെ ഇടുന്നു. കാരണം അവരിനി തുറക്കുമ്പോൾ വരുമ്പോൾ തുറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്കിന് വായലത്തെ സ്റ്റിക്കർ അലീന അഴിക്കും. എന്നിട്ട് കൈ കൊണ്ട് 2 ജനലും തുറന്നിട്ടിട്ട് അലറി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രക്ഷയില്ല, ആരുമില്ല. അങ്ങനെ അലീന അവിടെ വീണ് തളർന്ന് കിടക്കുന്നു. അതിനുശേഷം ഗോവർദ്ധനെ കാണിക്കുന്നുണ്ട്. ഗോവർദ്ധനെ ആ വൈജയന്തിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് സുലോചനെ വിളിച്ചിട്ട് പറയും, സുലോചനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ചെവി കൂർത്ത് കിടക്കുന്നുണ്ട്. അലീനനെ കാണാനില്ല. കൊല്ലപ്പള്ളിക്കാർ തട്ടിക്കൊണ്ടുപോയി തന്നെ ആവുള്ളൂ. അവൾ ഇവിടുന്ന് പോയിട്ടല്ലേ ഞാനിങ്ങോട്ട് കയറിയത്, പിന്നെ അവളെങ്ങനെയാണ് പോകണേ എനിക്കറിയില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. പോലീസ് വന്ന് ചോദിച്ചാൽ നീ അവൾ കറക്റ്റ് 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞോ? ഞാൻ പറയും എനിക്ക് ആരെയും പേടിയൊന്നുമില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. ബാലേട്ടൻ്റെ മോളാണ് അവൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലേട്ടൻ കത്തിച്ച് കളയാം എല്ലാവരെയും കൂടി. എനിക്ക് ഒരു സമാധാനമില്ല. എനിക്ക് ഇന്ന് കാളരാത്രിന് എന്നെ മനഃപൂർവ്വമാണ് ശിവേട്ടനെ അങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങളെന്തിനാ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് ചോദിക്കും. ബില്ലിൻ്റെയും മറ്റും മരുന്നിൻ്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ എൻ്റെ സമയം കളഞ്ഞ്. എന്നിട്ട് കടലിൽ കായം കലക്കണ പോലെ 1 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്ന് എൻ്റെ കയ്യിൽ. എന്നെ കറക്റ്റായിട്ട് അവിടെ നിന്ന് മാറ്റിയതാണ്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ അലീലനെ കൊണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ. ഇത് കണ്ടറിയാന്ന് പറയും.
അങ്ങനെ പറഞ്ഞിട്ട് അയാളും പോവും. പിന്നീട് കൃഷ്ണമോള് ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഉറപ്പിണച്ചാ ഇത് കിഡ്നാപ്പ് തന്നെയാണ്, അല്ലാതെ ചേച്ചി ഫോൺ സ്വിച്ച് ഓഫും ചെയ്യില്ല, ചേച്ചി വേറൊരിടത്തിലും പോവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മനു നമ്മുടെ ഗംഗാധരനെ വിളിക്കുന്നു. വെളിച്ചൻ എവിടെയാണെന്ന് ചോദിക്കും. എന്താടാ, ഞാൻ ദേ നാട്ടിന് നമ്മളവിടെ ഈ പാലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, നീ എന്നെ വിളിക്കാറില്ലല്ലോ, എന്താ പറ്റിയേ? ഇവിടെ ആകെ പ്രശ്നമാണ്, എന്നെ കൊണ്ട് വയ്യ, വലിയച്ഛൻ വായോ എന്ന് പറയും. എന്താടാ, എന്താ ഉണ്ടായേ? അലീനനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, അതിൽ അച്ഛനും ചെറിയച്ഛനും നല്ല പങ്കുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. ഒരു കാരണമില്ലാണ്ട് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു. ആസ്പത്രിയിൽ ഒരു ഉപകാരം ഉണ്ടോ? അതും ഇല്ല. ആസ്പത്രിക്ക് മര്യാദയ്ക്ക് ചെല്ലണ കാര്യങ്ങൾ നോക്കണുണ്ടോ? അതും ഇല്ല. ഒന്നും ചെയ്യുന്നില്ല. ആ പേരും പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കണ്. ഇത് വല്ലാത്ത പ്രശ്നത്തിലേക്കാണ് ചെല്ലണത്. ബാലേന്ദ്രൻ അങ്കിളിനെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ടാന്ന് വലിയച്ഛൻ ചെറിയച്ഛനോടും അച്ഛനോടും വിളിച്ച് പറഞ്ഞേക്കെന്ന് പറയും. നീ ആ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് ഇട്ടതായോ? ഞാൻ പൊക്കോളാം, ഞാൻ വിളിച്ചോളാം അവരെന്ന് പറയും. അങ്ങനെ ഫോൺ വയ്ക്കിന്. എന്നിട്ട് ചേട്ടനും കൂടെ വീണ്ടും റൂമിൽ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ചിരിക്കുന്നു. അപ്പോൾ രാജീവൻ്റെ ഫോണിലേക്ക് ഗംഗാധരൻ വിളിക്കുന്നുണ്ട്. ഇതേ ഗംഗേട്ടൻ വിളിക്കണ്ടല്ലോ എന്ന് പറയും. ഇടുക്ക് സ്പീക്കറിലിടും. നിങ്ങളെവിടെയാന്ന് ചോദിക്കും. ഞാൻ പുറത്തൊരു ഗംഗേട്ടാന്ന് പറയും. പുറത്തുനിന്ന് പറയുമ്പോൾ ടൗണിലാ? ആ ടൗണിൽ. എവിടെയെന്ന് ചോദിക്കും. വ്യക്തമായിട്ട് പറയും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. ഞങ്ങൾ എവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തേക്കണ്, വൈജയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലേ. ആ ശരി, നിങ്ങൾ എന്ത് കളികളാണ് അവിടെ കളിക്കുന്നതെന്ന് ചോദിക്കും. എന്തേ? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളൊന്നും ചെയ്തില്ലെന്നോ? നിങ്ങൾ അലീനനെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കണ്? അവളെന്താ ചെയ്തേ? നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എനിക്കതൊന്നും അറിയണ്ട. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കളി അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കളികളല്ല ഇത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കളിയല്ല. നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. കാരണം അലീന ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, ബാലചന്ദ്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോ. എത്രയും പെട്ടെന്ന് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കിന്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ നമ്മുടെ ശിവേട്ടനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ബാലചന്ദ്രൻ്റെ അവിഹിത കഥ ഒക്കെ വിളിച്ച് പറയുന്നു ശിവേട്ടൻ. അപ്പോൾ ഗംഗാധരനുണ്ട് കൂടെ. അപ്പോൾ പിന്നെ ബാലചന്ദ്രൻ ഒന്നും നോക്കൂല. എൻ്റെ അവിഹിത കഥ പറയുന്നേക്കാൾ മുന്നേ ചിലത് നിങ്ങളോട് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കും. 22 വർഷങ്ങൾക്ക് മുന്നേ പിഴച്ച് പ്രസവിച്ചതാണ് അവള്. എന്നിട്ട് ഒരു ഉളിപ്പുമില്ലാതെ 22.5 വർഷം എൻ്റെ മുന്നിലൂടെ അഭിനയിച്ച് നടന്നവൾ അഹങ്കാരത്തോടും തൻ്റെ ഇടത്തോടെയാണ് അവൾ ജീവിച്ചത്. അവൾ അടക്കതുക്കത്തോടെ എന്നെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഒരാകെ ഞെട്ടി വിളറി വെളുത്തേക്കണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അതേ അലീന ബാലചന്ദ്രൻ്റെ മകളല്ല, വൈജയന്തിയുടെ മകളാണ്. ഇനി നിങ്ങൾക്ക് എന്തൊരു സത്യം അറിയണ്ടേ? ഇനിയെങ്കിലും പറയാം അവൾ എവിടെയുണ്ടെന്ന്. അങ്ങനെ ഒരാകെ ഞെട്ടി തെരിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം അലീനനെ കാണിക്കുന്നുണ്ട്. അലീനയുടെ ജനലിൻ്റെ അടുത്ത് നമ്മുടെ മനു ബാലചന്ദ്രനൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.